നമ്മുടെ മിനിസ്റ്ററെ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്കുള്ള ക്യാപ്സൂൾ നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് ഒരു ക്യാപ്സൂൾ പൊട്ടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ സൈബർ രംഗത്തുള്ള സഖാക്കൾ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു ദുരനുഭവം വളരെ കൃത്യമായിട്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ രീതിയിൽ പല ആളുകൾക്കും പലതും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും ആ ക്യാപ്സൂൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു ക്യാപ്സൂൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയത് കൊണ്ട് ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡെങ്കു പനി വന്ന സമയത്ത് കൊല്ലാൻ നോക്കിയപ്പോൾ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും കപ്പിത്താനെയും കപ്പിത്താൻ്റെ കപ്പലിനെയൊക്കെ ചുറ്റിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാവിധ ബലാലും മുസീബത്തൊക്കെ കറങ്ങി നടക്കുന്നത്. ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്നുള്ളത് മനസ്സിലാണില്ല. ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ക്യാപ്സൂൾ നിർമ്മാണത്തിനിടയിൽ ആ ഒരു ക്യാപ്സൂൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് പൊട്ടി എന്നുള്ളതാണ് അറിയണത്. ഏതായാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടോക്കെ. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിന്റെ ടെക്നോളജി, അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താ? സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. ഇല്ല, പാവം സ്ത്രീ അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നമ്മളെപ്പോലുള്ള ആളുകൾ, കുറേ ആളുകൾ കൂടിയങ്ങാണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വീണ ജോർജ് എന്താ ചെയ്തത്, എന്താണ് അവർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിനുള്ള മറുപടി ഇതിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. അവർ വീണ ജോർജ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്നാൽ ശരി, നന്ദി.